ഇന്നത്തെ വീഡിയോയിൽ പാലക്കാടൻ ഗ്രാമഭംഗിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, കുന്നിൻ ചെരുവുകൾ, കരിമ്പനക്കൂട്ടങ്ങൾ ഇവയൊക്കെയാണ് പാലക്കാടൻ ഗ്രാമങ്ങളിലെ സ്ഥിരം കാഴ്ചകൾ. വരണ്ട ഭൂപ്രദേശങ്ങളും നിബിഡവനങ്ങളും മലയോരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് പാലക്കാടിൻ്റേത്. അതിനാൽ തന്നെ സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് പാലക്കാട്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് പാലക്കാടിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായ കൊല്ലങ്കോടാണ്. പാലക്കാട് ടൗണിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കൊല്ലങ്കോട്. നെല്ലിയാമ്പതി, സീതാർകുണ്ട്, പോത്തുണ്ടി ഡാം തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇതുവഴി പോകാം. കൊല്ലങ്കോട് ടൗൺ പിന്നിട്ട് ചെറിയ വഴികളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ തന്നെ യാത്രയിൽ തന്നെ നമുക്ക് അകലെയായി നെല്ലിയാമ്പതി മലകളുടെ സാമീപ്യം. ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നെല്ലിയാമ്പതിയുടെ താഴെഭാഗത്തെ താമരപ്പാടം, വെള്ളരിമേട്, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം, മുതലമട റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പല്ലാവൂരിലെ വാമലയുടെ കാഴ്ചകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താമരയില്ലാത്ത താമരപ്പാടം, ഈ കാണുന്നത് താമരപ്പാടം. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് അതിസുന്ദരിയായി മനോഹരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന താമരപ്പാടം നെൽപ്പാടം. ഇത് താമരയില്ലാത്ത താമരപ്പാടം. അതെ, വളരെ വിശാലമായ 14 ഏക്കർ നെൽപ്പാടത്ത് നെൽകൃഷിയുടെ ചാരുതകളൊന്നും തന്നെ, നിയമവ്യവസ്ഥകളൊന്നും തന്നെ ലംഘിക്കാതെ ഒപ്പം പൂകൃഷിയും ചെണ്ടുമല്ലി കൃഷി, ചെറിയ ചെറിയ പൂകൃഷിയും പൂവിളവെടുപ്പും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ വളരെ വിശാലമായി തന്നെ പൂപ്പാടം ഒരുക്കുകയും പൂകൃഷി സമൃദ്ധമാക്കുകയും പൂവിളവെടുപ്പും അതോടൊപ്പം പുഷ്പമേളയും ഉണ്ടായിരുന്നു. വളരെ അസുലഭ കാഴ്ച, കണ്ണിനിമ്പമാർന്ന മനോഹരമായ ഭൂപ്രകൃതിയും അണിഞ്ഞൊരുങ്ങിയ ഭൂമിയും ഏവരെയും സ്വാഗതം ചെയ്യുന്ന അതിമനോഹരമായ താമരപ്പാടം. തലപൊക്കി നിൽക്കുന്ന നെല്ലിയാമ്പതി മലകളുടെ താഴെ നീണ്ടു നിവർന്നു നിൽക്കുന്ന നെൽവയലുകൾ, കർഷകനായ സുനിൽകുമാർ ഒരുക്കിയ വശ്യമനോഹരമായ പൂന്തോട്ടം, നെൽവയലിനൊപ്പം നെല്ലോലകൾക്കൊപ്പം നെൽക്കതിരുകൾക്കൊപ്പം വശ്യമനോഹരമായ താമരപ്പാടം പൂകൃഷിയും പൂപ്പാടവും. ഇവിടെ 30 രൂപ ടിക്കറ്റ് ഉണ്ട്.